ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായമാണല്ലോ നാം ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ വിശ്വാസിയും കർത്താവായ യേശുക്രിസ്തുവും തമ്മിലുള്ള ബന്ധത്തിന്റെ 2 സുന്ദര ചിത്രങ്ങൾ യേശു പഠിപ്പിച്ചത് യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് നാം കാണുന്നത്. അതിൽ ഒരു ചിത്രം മുന്തിരിവള്ളിയും കൊമ്പുകളും എന്നുള്ളതാണ്. കൊമ്പുകൾ മുന്തിരിവള്ളിയിൽ വസിച്ച് നിരന്തരം വസിച്ച് ഫലം കായ്ക്കണം. രണ്ടാമത്തെ ചിത്രം സ്നേഹിതന്മാർ എന്നുള്ളതാണ്. യോഹന്നാൻ 15-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ മുന്തിരിവള്ളിയിൽ വസിക്കുന്ന കൊമ്പുകൾ എങ്ങനെയൊക്കെ ആയിരിക്കണമെന്നും കൊമ്പുകളെ കുറിച്ച് എന്താണ് പ്രതീക്ഷിക്കുന്നതെന്നുള്ളതും മുന്തിരിവള്ളി, കൊമ്പ്, തോട്ടക്കാരൻ, ഫലം, ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഇന്ന് 15-ാം അധ്യായത്തിന്റെ 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ് നാം നോക്കുന്നത്. അവിടെ യേശു മറ്റൊരു ചിത്രം ആണ് കൊണ്ടുവരുന്നത്. സ്നേഹിതന്മാർ. നാം യേശുവിന്റെ സ്നേഹിതന്മാരാണ്, അല്ലെങ്കിൽ വിശ്വാസികൾ യേശുവിന്റെ സ്നേഹിതന്മാരാണ്. അവര് യേശുവിന്റെ ഹിതം അറിഞ്ഞ് അതനുസരിക്കുന്നവരായിരിക്കണം എന്ന കാര്യത്തിലേക്കാണ് നമ്മുടെ ശ്രദ്ധ കർത്താവ് കൊണ്ടുവരുന്നത്. നമുക്ക് പ്രാരംഭമായിട്ട് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. യോഹന്നാൻ 15, 12 മുതൽ 17 വരെ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എന്റെ കൽപ്പന. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എന്റെ സ്നേഹിതന്മാർ തന്നെ. യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായ്ക കൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് ഇനി പറയുന്നില്ല. ഞാൻ എന്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചതുകൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചും ഇരിക്കുന്നു. നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കേണ്ടതിന് ഞാനിത് നിങ്ങളോട് കൽപ്പിക്കുന്നു. ഈ വാക്യങ്ങളാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. ഈ വാക്യങ്ങളിൽ നാം യേശുവിന്റെ സ്നേഹിതന്മാർ എന്ന ആശയമാണ് മുഴച്ചു നിൽക്കുന്നത്. സ്നേഹിതന്മാരെ കുറിച്ച് ചിന്തിക്കുക. മിക്കവാറും ആളുകൾക്ക് പരിചയക്കാർ ധാരാളമുണ്ട്, എന്നാൽ സ്നേഹിതന്മാർ വളരെ വിരളമായിരിക്കും. ചില ആവശ്യഘട്ടങ്ങളിൽ നമ്മുടെ സ്നേഹിതന്മാരിൽ ചിലർ യഥാർത്ഥ സ്നേഹം ഇല്ലാത്തവരാകും, അവിശ്വസ്തരുമാകും. ഉദാഹരണത്തിന് യേശുവിന്റെ ശിഷ്യനായിരുന്ന യൂദയെക്കുറിച്ച് ചിന്തിക്കുക. സങ്കീർത്തനം 41:9. സങ്കീർത്തനം 41:9 യൂദയെക്കുറിച്ച്, യൂദയും യേശുവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വ്യക്തമായ ഒരു വെളിപ്പാട് നമുക്ക് നൽകുന്നുണ്ട്. വാക്യം കേൾക്കുക. ഞാൻ വിശ്വസിച്ചവനും എന്റെ അപ്പം തിന്നവനുമായ എന്റെ പ്രാണസ്നേഹിതൻ പോലും എന്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു. നാം പ്രാണസ്നേഹിതൻ എന്ന് കരുതിയിരുന്ന പലരും നമുക്ക് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാതെ പരാജയപ്പെടുന്നത് കണ്ടിട്ടില്ലേ? പരാജയപ്പെടുന്നത് അനുഭവിച്ചിട്ടില്ലേ? യേശുവിന്റെ സ്നേഹിതന്മാരായ പത്രോസും യാക്കോബും യോഹന്നാനും ഗെത്സമന തോട്ടത്തിൽ യേശുവിനോടൊപ്പം പ്രതിസന്ധി ഘട്ടത്തിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം ഉറങ്ങിപ്പോയില്ലേ? പത്രോസ് യേശുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞില്ലേ? നമുക്ക് പരസ്പരമുള്ള സ്നേഹബന്ധവും കർത്താവിനോടുള്ള സ്നേഹബന്ധവും ഒന്നും പരിപൂർണമല്ല. എന്നാൽ നമ്മോടുള്ള യേശുവിന്റെ സ്നേഹം തികഞ്ഞതും പരിപൂർണവുമാണ്. അതിലൊരു കുറവും ഇല്ല. സ്നേഹിതൻ എന്ന വാക്കിനെ നാം വളരെ പരിമിതമായ തരത്തിൽ വ്യാഖ്യാനിക്കരുത്. കാരണം ഗ്രീക്ക് ഭാഷയിൽ സ്നേഹിതൻ എന്ന വാക്കിന്റെ അർത്ഥം രാജസദസ്സിലെ ആത്മമിത്രം എന്നാണ്. എ ഫ്രണ്ട് അറ്റ് കോർട്ട്. ചക്രവർത്തിയുടെയോ രാജാവിന്റെയോ ഏറ്റവും അടുത്ത ഉദ്യോഗസ്ഥൻ. അകത്തളത്തിൽ രാജാവിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന പ്രാണസ്നേഹിതൻ എന്നാണ് അർത്ഥം. എ ഫ്രണ്ട് അറ്റ് കോർട്ട് ഇൻ ദി ഇന്നർ സർക്കിൾ. യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 29-ാം വാക്യത്തിൽ മണവാട്ടി ഉള്ളവൻ മണവാളനാകുന്നു, മണവാളന്റെ സ്നേഹിതനോ നിന്ന് മണവാളന്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു. ഈ എന്റെ സന്തോഷം പൂർത്തിയായിരിക്കുന്നു, അവൻ വളരേണം, ഞാനോ കുറയണം എന്ന് നാം വായിക്കുന്നു. ഇവിടെ മണവാളന്റെ സ്നേഹിതൻ എന്ന പ്രയോഗം ശ്രദ്ധിക്കുക. ഒരു വിവാഹത്തിൽ
മണവാളൻ ഏറ്റവും വേണ്ടപ്പെട്ടവൻ എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ദ ബെസ്റ്റ് മാൻ അറ്റ് എ വെഡിങ്. രാജാവിന്റെ സ്നേഹിതൻ രാജാവിനോട് ഏറ്റവും അടുപ്പമുള്ളവനും രാജാവിന്റെ സകല രഹസ്യങ്ങളും അറിയാവുന്നവനുമാണല്ലോ. എന്നാൽ രാജാവിന്റെ സ്നേഹിതൻ രാജാവിന് വിധേയപ്പെട്ടിരിക്കണമല്ലോ, രാജകൽപ്പനകൾ കൃത്യമായി അനുസരിക്കുകയും വേണമല്ലോ. അപ്പോൾ രാജാവിന്റെ സ്നേഹിതനും രാജാവിന്റെ ദാസനും തമ്മിൽ വഴക്കോ അഭിപ്രായ വ്യത്യാസമോ ഉണ്ടാവുകയില്ല. കാരണം രണ്ടുപേരും രാജാവിന് വിധേയപ്പെട്ടവരും രാജകൽപ്പന അനുസരിക്കുന്നവരുമാണ്. ഈ പറഞ്ഞ സ്നേഹബന്ധത്തിന്റെ ഏറ്റവും നല്ല മാതൃക തിരുവചനത്തിൽ അബ്രഹാമിലാണ് നാം കാണുന്നത്. അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് വേദപുസ്തകത്തിൽ 3 പ്രാവശ്യം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ ആ വാക്യങ്ങൾ ഓർമ്മപ്പെടുത്തട്ടെ. 2 ദിനവൃത്താന്തം 20-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം, ഞങ്ങളുടെ ദൈവമേ നിന്റെ സ്നേഹിതനായ അബ്രഹാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം, എന്റെ സ്നേഹിതനായ അബ്രഹാം. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് പേർ പ്രാപിച്ചു. ദൈവത്തിന്റെ സ്നേഹിതനായ അബ്രഹാം ദൈവത്തിന്റെ ദാസനും ആയിരുന്നു. ഉൽപ്പത്തി 26-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തില് ദൈവം ഇസഹാക്കിനോട് പറയുന്നത്, എന്റെ ദാസനായ അബ്രഹാം നിമിത്തം ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ സന്തതിയെ വർദ്ധിപ്പിക്കും എന്നാണ്. ഉൽപ്പത്തി 18-ാം അധ്യായത്തിൽ യഹോവ അബ്രഹാമിന് മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി. വെയിലുറച്ചപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അവൻ തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തന്റെ നേരെ നിൽക്കുന്നത് കണ്ടു. ഇവിടെ ശരിക്കും ദൈവം സോദോമിന്റെ പാപാവസ്ഥ കാണാൻ പോകുന്ന വഴി തന്റെ സ്നേഹിതനായ അബ്രഹാമിനെ സന്ദർശിക്കുകയാണ്. അന്ന് അബ്രഹാമിന് 100 വയസ്സ് പ്രായമുണ്ട്. അബ്രഹാം ചെയ്തത് നോക്കുക. ഉച്ചവിശ്രമം മാറ്റിവെച്ച് ദൂതന്മാരെ എതിരേൽപ്പാൻ ഓടിച്ചെന്നു, നിലം വരെ കുനിഞ്ഞു, തന്നെ സന്ദർശിച്ച ദൂതന്മാരുടെ ക്ഷേമം അന്വേഷിച്ചു, അവർക്കായി നല്ലൊരു സദ്യ ഒരുക്കി. ഉൽപ്പത്തി 18-ന്റെ 1 മുതൽ 15 വരെ വായിക്കുമ്പോൾ നാം കാണുന്നത് അബ്രഹാം തിരക്കിട്ട് ശുശ്രൂഷിക്കുന്നതാണ്. 18-ാം അധ്യായത്തിന്റെ 3, 5 വാക്യങ്ങളിൽ താൻ തന്നെ 2 പ്രാവശ്യം വിശേഷിപ്പിക്കുന്നത് അടിയൻ അല്ലെങ്കിൽ ദാസൻ, സെർവന്റ് എന്നാണ്. ഈ പ്രായം ചെന്ന മനുഷ്യന്റെ പ്രവൃത്തി പരിശോധിക്കുക. ഓടിച്ചെന്ന് ബന്ധപ്പെട്ട് ക്ഷണത്തിൽ പാകം ചെയ്ത് അവരുടെ മുമ്പിൽ വെച്ചു. താൻ ഉത്സാഹിച്ചു വേല ചെയ്ത് മറ്റുള്ളവരെയും വേഗം സൽക്കാര സാധനങ്ങൾ ഉണ്ടാക്കാൻ ഉത്സാഹിപ്പിച്ചു. ഒരു ദാസന്റെ, ഒരു ഭൃത്യന്റെ അല്ലെങ്കിൽ വേലക്കാരന്റെ ഏറ്റവും ഉത്തമമായ മാതൃകയാണ് നാം ഇവിടെ കാണുന്നത്. അബ്രഹാം അവരുടെ സ്നേഹിതനായിരുന്നു, എങ്കിലും അവരോടൊപ്പം ഇരുന്ന് സൽക്കാര സദ്യ കഴിക്കുന്നുമില്ല. ഒരു യഥാർത്ഥ ദാസനായിട്ട്, ഒരു യഥാർത്ഥ പരിചാരകനായി, 18-ന്റെ 8 കാണുക, പരിചാരകനായി അവരുടെ അടുക്കൽ വൃക്ഷത്തിൻ കീഴിൽ ശുശ്രൂഷിച്ചു നിന്നു. ഇനിയും പരിചരിക്കാനുള്ള ഒരു ഒരുക്കത്തോടെയാണ് അബ്രഹാം അവിടെ ശുശ്രൂഷിച്ചു നിന്നത്. ഉൽപ്പത്തി 18-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അന്തരീക്ഷം മാറുന്നു. വീണ്ടും വ്യത്യസ്തമായൊരു ചിത്രം നാം കാണുകയാണ്. അബ്രഹാം യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നു. ഉൽപ്പത്തി 18-ന്റെ 22. എന്നിട്ട് അബ്രഹാം അടുത്ത് ചെന്നു പറഞ്ഞു. അതായത് അബ്രഹാം അടുത്ത് ചെന്ന് ദൈവത്തോട് സംസാരിക്കുകയാണ്. ഇപ്പോഴും അബ്രഹാം ദാസൻ തന്നെയാണ്. എന്നാൽ പെട്ടെന്ന് അബ്രഹാം സ്നേഹിതന്റെ ഭാവത്തിലേക്ക് ഉയരുന്നു, സ്നേഹിതന്റെ ജോലി ചെയ്യുകയാണ്. ദൈവം പറയുകയാണ് ഉൽപ്പത്തി 18-ന്റെ 17, ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വയ്ക്കുമോ? ഒരടുത്ത സ്നേഹിതനോട്, പ്രാണസ്നേഹിതനോട് ദൈവം തന്റെ ഹൃദയത്തിലിരുന്ന രഹസ്യങ്ങൾ പങ്കുവച്ചു. അബ്രഹാം തന്റെ ഹൃദയം ദൈവവുമായും പങ്കുവച്ചു. അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനായും ദൈവത്തിന്റെ ദാസനായും ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന സുന്ദര ചിത്രമാണ് ഉൽപ്പത്തി 18-ാം അധ്യായം. ഇനി യോഹന്നാൻ 15-ാം അധ്യായത്തിലേക്ക് വന്നാൽ, യോഹന്നാൻ 15-ാം അധ്യായത്തിൽ യേശു തന്റെ ശിഷ്യന്മാരെ സ്നേഹിതന്മാർ എന്ന് വിളിച്ചപ്പോൾ 15-ന്റെ 14 കാണുക, നിങ്ങൾ എന്റെ സ്നേഹിതന്മാർ തന്നെ. 15-ന്റെ 15, നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. അബ്രഹാമും ദൈവവും തമ്മിലുള്ള ബന്ധം പോലെയുള്ള ഒരു ബന്ധമാണ് യേശു ഇവിടെ വിഭാവന ചെയ്തത്. അത് തികഞ്ഞ സ്നേഹത്തിന്റെ ബന്ധമാണ്. യേശുവിനും ശിഷ്യന്മാർക്കും തമ്മിലുള്ള തികഞ്ഞ സ്നേഹബന്ധം. രാജാവിന്റെ സ്നേഹിതന്മാർ
തമ്മിൽ സ്ഥാനക്കയറ്റം ലഭിക്കാനോ രാജാവിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റാനോ വേണ്ടി പരസ്പരം മത്സരിക്കാൻ പാടില്ല. അവർ രാജസദസ്സിന്റെ അകത്തളത്തിലുള്ളവർ ആകയാൽ അവരെ തന്നെ ഉയർത്താൻ പാടില്ല. രാജാവിന്റെ സേവകന്മാരായി തന്നെ നിലകൊള്ളണം. തങ്ങളിൽ ആരാണ് വലിയവൻ, തങ്ങളിൽ ആരാണ് ഒന്നാമൻ എന്ന് നിരന്തരം വഴക്കടിച്ചും തർക്കിച്ചും കൊണ്ടിരുന്ന ശിഷ്യന്മാർക്ക്, സ്വാർത്ഥമതികളായ ശിഷ്യന്മാർക്ക് യേശുവിൽ നിന്ന് ലഭിച്ച വലിയ ശാസനയാണ് നിങ്ങൾ എന്റെ സ്നേഹിതന്മാർ എന്ന് യേശു പറഞ്ഞത്. മറ്റൊരു പ്രധാന കാര്യം, നാം തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് യേശുവിന് എങ്ങനെ കൽപ്പിക്കാൻ കഴിയും? 15:17 നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കേണ്ടതിന് ഞാനിത് നിങ്ങളോട് കൽപ്പിക്കുന്നു. യേശുവിന് എങ്ങനെയാണ് സ്നേഹിക്കണമെന്ന് കൽപ്പിക്കാൻ കഴിയുന്നത്? യഥാർത്ഥ സ്നേഹം ആർക്കെങ്കിലും കൽപ്പിച്ചുണ്ടാക്കാൻ കഴിയുമോ? ഇതിനുത്തരമായി ഒന്നാമത് മനസ്സിൽ കുറിക്കേണ്ടത്, യഥാർത്ഥ ക്രിസ്തീയ സ്നേഹം അടിസ്ഥാനപരമായി ഒരു വികാരമോ ഒരു തോന്നലോ അല്ല. സ്നേഹം നമ്മുടെ തെരഞ്ഞെടുപ്പാണ്. നാം തീരുമാനിക്കുന്നതും തെരഞ്ഞെടുക്കുന്നതുമാണ് സ്നേഹം. സ്നേഹം നമ്മുടെ ഇച്ഛാശക്തിയിൽ അധിഷ്ഠിതമാണ്. സ്നേഹത്തിന്റെ തെളിവ് നമുക്ക് മനസ്സിലുണ്ടാകുന്ന ചില തോന്നലുകളും വികാരങ്ങളും അല്ല. യഥാർത്ഥ സ്നേഹം പ്രവൃത്തികളാൽ വെളിപ്പെട്ടു വരണം. കർത്താവിന് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും ജീവൻ ത്യജിക്കാൻ സന്നദ്ധമാകുന്ന സ്നേഹമാണ് യഥാർത്ഥ സ്നേഹം. 1 യോഹന്നാൻ 3:16 കാണുക. 1 യോഹന്നാൻ 3:16 അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ചുകൊടുത്തതിനാൽ നാം സ്നേഹം എന്ത് എന്നറിഞ്ഞിരിക്കുന്നു. നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. യേശു തന്റെ ജീവൻ യാഗമായി അർപ്പിച്ചത് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടിയും തന്റെ ശത്രുക്കൾക്ക് വേണ്ടിയുമായിരുന്നു. റോമാലേഖനം 5:10 ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ നിരന്ന ശേഷം നാം അവന്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും എന്ന് നാം വായിക്കുന്നു. വികാരങ്ങൾ ഹൃദയത്തിലുണ്ട് എന്ന് സമ്മതിക്കുന്നതോടൊപ്പം യഥാർത്ഥ ക്രൈസ്തവ സ്നേഹം ഇച്ഛാശക്തി കൊണ്ടുള്ള ഒരു തീരുമാനവും തെരഞ്ഞെടുപ്പുമാണ്, മറക്കരുത്. സ്നേഹമെന്ന് പറയുമ്പോൾ ദൈവം നമ്മെ എങ്ങനെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുവോ അതേ തരത്തിൽ നാം മറ്റുള്ളവരെയും അംഗീകരിക്കുകയും കരുതുകയും സ്നേഹിക്കുകയും ചെയ്യണം. നാം ക്രിസ്തുവുമായി സ്നേഹബന്ധത്തിലായി എന്ന് പറയുമ്പോൾ അതിൽ സ്നേഹവും അനുസരണവും ഉൾപ്പെട്ടിരിക്കുന്നു. അതിൽ അറിവും ഉൾപ്പെട്ടിട്ടുണ്ട്. അറിവ് എന്ന് പറയുമ്പോൾ നാം അവന്റെ സ്നേഹിതന്മാരാകിയാൽ അവൻ തന്റെ പദ്ധതികൾ, തന്റെ ഹിതം എല്ലാം നമ്മെ അറിയിക്കും. അത് നാം അറിയണം. അവൻ നമ്മുടെ സ്നേഹിതൻ മാത്രമല്ല, അവൻ നമ്മുടെ ഗുരുവും കർത്താവും കൂടെയാണ്. അവൻ നമ്മുടെ യജമാനനുമാണ്. യോഹന്നാൻ 13:16 നമുക്കൊന്ന് വായിക്കാം. യോഹന്നാൻ 13:13 നിങ്ങളെന്നെ ഗുരു എന്നും കർത്താവ് എന്നും വിളിക്കുന്നു, ഞാൻ അങ്ങനെ ആകൊണ്ട് നിങ്ങൾ പറയുന്നത് ശരി. യോഹന്നാൻ 13:16 ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ദാസൻ യജമാനേക്കാൾ വലിയവനല്ല, ദൂതൻ തന്നെ അയച്ചവനേക്കാൾ വലിയവനുമല്ല. എന്നാൽ കർത്താവ് നമ്മെ ദാസന്മാരായിട്ടല്ല കണക്കാക്കുന്നത്, നമ്മെ സ്നേഹിതന്മാരായിട്ടാണ് യേശു കാണുന്നത്. നാം അവന്റെ കൽപ്പനകൾ അനുസരിക്കുമ്പോഴാണ് നാം അവന്റെ യഥാർത്ഥ സ്നേഹിതന്മാരാകുന്നത്. യോഹന്നാൻ 15:14-15 ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എന്റെ സ്നേഹിതന്മാർ തന്നെ. യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായക കൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാർ എന്നിനി പറയുന്നില്ല. ഞാൻ എന്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചതുകൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനായത് ദൈവം പറഞ്ഞതെല്ലാം അബ്രഹാം അനുസരിച്ചതുകൊണ്ടാണ്. ഉൽപ്പത്തി 18:19 കാണുക. നാം ലോകത്തോടാണ് സൗഹൃദം വെച്ച് പുലർത്തുന്നതെങ്കിൽ നാം ദൈവത്തിന്റെ ശത്രുക്കളായി മാറും. യാക്കോബിന്റെ ലേഖനം 4:1-4 വായിക്കുക. യാക്കോബ് 4:4 മാത്രം ഞാൻ വായിക്കട്ടെ. വ്യഭിചാരിണികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു. സോദോമിലായിരുന്ന നീതിമാനായ ലോത്ത് ദൈവത്തിന്റെ സ്നേഹിതനായിരുന്നില്ല. സോദോമിലും ചുറ്റുമുള്ള പട്ടണങ്ങളിലും ദൈവം എന്ത് ചെയ്യാനായിട്ട് പോകുന്നുവെന്ന് ദൈവം അബ്രഹാമിനോടാണ് സംസാരിച്ചത്.
ഉൽപ്പത്തി 18:17. അപ്പോൾ യഹോവ അരുളി ചെയ്തത്, ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വയ്ക്കുമോ? ദൈവം തന്റെ ഹൃദയം അബ്രഹാമിനോട് പങ്കുവെച്ചപ്പോൾ അബ്രഹാം ലോത്തിനും കുടുംബത്തിനുമായി ദൈവത്തോട് പക്ഷപാതം ചെയ്തു. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത് പറയട്ടെ. ദാസന്മാരാണ് ആദ്യമായി ശരിക്കും സംഭവിക്കുന്നതെല്ലാം കൃത്യമായി മനസ്സിലാക്കിയത്. യേശുവിന്റെ അത്ഭുതങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. യേശു ചെയ്ത അത്ഭുതങ്ങളിലൊക്കെ ദാസന്മാരാണ് ആദ്യമായിട്ട് എന്താ സംഭവിച്ചതെന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയത്. ബാക്കിയുള്ളവരൊക്കെ പിന്നെ ഗ്രഹിച്ചത്. ഉദാഹരണത്തിന്, കാനാവിലെ കല്യാണത്തിൽ നല്ല വീഞ്ഞ് എവിടെ നിന്ന് വന്നു എന്ന് ദാസന്മാരാണല്ലോ ആദ്യം മനസ്സിലാക്കിയത്. അവർക്ക് മാത്രമാണ് അത് പിടികിട്ടിയത്. യോഹന്നാൻ 2:9, വീഞ്ഞ് എവിടെ നിന്ന് എന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല. യോഹന്നാൻ 4-ാം അധ്യായത്തിൽ രാജഭൃത്യന്റെ മകൻ സൗഖ്യമായതും രാജഭൃത്യന്റെ ദാസന്മാരാണല്ലോ ആദ്യം മനസ്സിലാക്കിയത്. യോഹന്നാൻ 4-ാം അധ്യായത്തിന്റെ 51 മുതൽ 53 വരെയുള്ള വാക്യങ്ങൾ പരിശോധിക്കുക. 4:51, അവൻ പോകയിൽ അവന്റെ ദാസന്മാർ അവനെ എതിരേറ്റു, മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ദാസന്മാരാണ് ആദ്യം ഈ കാര്യങ്ങളൊക്കെ ഗ്രഹിക്കുന്നത്. യേശുവിന്റെ സ്നേഹിതന്മാർ എന്ന നിലയ്ക്ക് നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ പദവി ദൈവത്തെ നമുക്ക് കൂടുതൽ അടുത്തറിയാൻ കഴിയുന്നു എന്നതാണ്. ദൈവത്തെ അടുത്തറിയുന്നതിനനുസരിച്ച് ദൈവഹൃദയത്തിലെ രഹസ്യങ്ങളും നമുക്ക് കൂടുതലായി വെളിപ്പെട്ട് കിട്ടും. എന്നാൽ നാം ദൈവത്തോട് എത്രമാത്രം അടുത്തിരിക്കണം എന്നുള്ളത് നമ്മുടെ തന്നെ തീരുമാനവും നമ്മുടെ തന്നെ തെരഞ്ഞെടുപ്പും ആണ്. നമുക്ക് ദൈവത്തോട് അടുക്കണമെങ്കിൽ അടുക്കാം, അടുക്കുന്നില്ലെങ്കിൽ നാം തന്നെ അടുക്കണ്ട എന്ന് തീരുമാനിച്ചതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് ദൈവം എന്നോട് അടുത്തു വരിക, ഞാൻ നിങ്ങളോട് അടുത്തു വരാം എന്ന് പറയുന്നത്. നാം അവന്റെ സ്നേഹിതന്മാരാണ്. അപ്പോൾ നാം അവന്റെ സിംഹാസനത്തിന്റെ അടുത്ത് തന്നെ ഉണ്ടാകണം. അവന്റെ വായിൽ നിന്ന് വരുന്ന വചനം കേൾക്കാൻ താല്പര്യത്തോടെ നാം ശ്രദ്ധിച്ചിരിക്കണം. അവനോട് അടുത്തിരിക്കുന്നത് ആസ്വദിക്കണം. അവനോട് അടുത്തിരിക്കുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. അവനോട് അകന്നിരിക്കുന്നവർ നശിച്ചു പോകുന്നു. അവന്റെ കൽപ്പനകൾ നാം കേട്ടനുസരിക്കണം. പഴയ നിയമത്തിൽ നിന്നൊരു ഉദാഹരണം പറഞ്ഞാൽ, ദാവീദ് ഫെലിസ്ത്യരെ ഭയന്ന് ബേത്ലഹേമിനടുത്തൊരു ദുർഗത്തിലായിരുന്നപ്പോൾ, ബേത്ലഹേം തന്റെ ജന്മനഗരമാകൊണ്ട് ബേത്ലഹേം പട്ടണവാതിൽക്കലെ കിണറ്റിൽ നിന്നും വെള്ളം കുടിപ്പാൻ അതിയായ ആഗ്രഹമുണ്ടായി. ബേത്ലഹേം പട്ടണവാതിൽക്കലെ കിണറ്റിൽ നിന്ന് വെള്ളം എനിക്ക് കുടിപ്പാൻ ആർ കൊണ്ടുവന്ന് തരും എന്ന് ദാവീദ് ആർത്തി പൂണ്ട് പറഞ്ഞു. ദാവീദിന്റെ ആർത്തി പൂണ്ട വാക്കുകൾ തന്റെ അടുക്കൽ ഉണ്ടായിരുന്ന 3 വീരന്മാർ കേട്ടു. അപ്പോൾ ആ 3 വീരന്മാരും ഫെലിസ്ത്യരുടെ പാളയത്തിൽ കൂടി കടന്നു ചെന്ന് ബേത്ലഹേം പട്ടണവാതിൽക്കലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി ദാവീദിന്റെ അടുക്കൽ കൊണ്ടുവന്നു. 2 ശമൂവേൽ 23-ാം അധ്യായത്തിന്റെ 15 മുതൽ 17 വരെ വായിക്കുക. 2 ശമൂവേൽ 23, 15 മുതൽ 17 വരെ. രാജാവിന്റെ സ്നേഹിതനായിരിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നമുക്ക് ഈ സംഭവത്തിൽ ദർശിക്കാനായിട്ട് സാധിക്കും. ശത്രുപാളയത്തിൽ കൂടി കടന്നു ചെന്ന് രാജാവിന്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുന്ന 3 വീരന്മാരായ സ്നേഹിതന്മാര്. ഇവിടെയാണ് സ്നേഹിതനായിരിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നമുക്ക് ഗ്രഹിക്കുവാൻ, ദർശിക്കുവാൻ കഴിയുന്നത്. യോഹന്നാൻ 15-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ യേശു ശിഷ്യന്മാരെ ഓർപ്പിച്ചത് സ്നേഹിതന്മാരെന്ന ഈ ഉന്നത പദവി തന്റെ കൃപയാൽ മാത്രം നമുക്ക് ലഭിക്കുന്നതാണ് എന്ന യാഥാർത്ഥ്യമാണ്. കൃപ 15-16, നിങ്ങളെന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. ലോകക്കാരായിരുന്ന നമ്മെ അവൻ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തു. 15-19, നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തു. അവൻ നമ്മെ ആക്കി വെച്ചത് നാം അവന്റെ ഹിതം അനുഷ്ഠിക്കുവാനാണ്. ഫലം കായ്ക്കുക എന്ന വാക്ക് നാം ഇവിടെ വീണ്ടും കാണുന്നുണ്ട്. കൊമ്പുകളായ നാം അവന്റെ ജീവനിൽ പങ്കാളികളായി ഫലം കായ്ക്കുന്നു. അവന്റെ സ്നേഹിതന്മാരായ നാം അവന്റെ സ്നേഹത്തിൽ പങ്കാളികളായി ഫലം കായ്ക്കുന്നു. കൊമ്പുകളായ നമ്മെ അധിക ഫലപ്രാപ്തിക്കായി പിതാവ് ചെത്തി വെടിപ്പാക്കുന്നു. സ്നേഹിതന്മാരായ നമ്മെ പുത്രൻ തന്റെ നിർദ്ദേശങ്ങൾ, കൽപ്പനകൾ നൽകി നടത്തുന്നു. അവന്റെ വചനം നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നു. ഇനി ആക്കി വെച്ചിരിക്കുന്നു, ഓർഡൈൻഡ് എന്ന വാക്കിന്റെ അർത്ഥം നമുക്ക് നോക്കാം. 16-ാം വാക്യം, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും
നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. ഈ ആക്കി വെച്ചിരിക്കുന്നു, ഓർഡൈൻഡ് എന്ന വാക്കിന്റെ അർത്ഥം നിയമിച്ചിരിക്കുന്നു, നിയോഗിച്ചിരിക്കുന്നു എന്നാണ് അതിന്റെ ശരിക്കുള്ള അർത്ഥം. ഒരു പ്രത്യേക ദൗത്യ ശുശ്രൂഷയ്ക്കായി ഒരാളെ വേർതിരിക്കുന്നതിനെയാണ് അത് ഓർപ്പിക്കുന്നത്. ദൈവത്തിന്റെ കൃപയാൽ നമ്മെ തെരഞ്ഞെടുത്ത് ലോകത്തിൽ പോയി ഫലം കായ്ക്കുന്നതിനായി നമ്മെ വേർതിരിച്ച് നിർത്തിയിരിക്കുകയാണ്. അവൻ നമ്മെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. യോഹന്നാൻ 17:18, നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. നമ്മെ യേശു തന്റെ സ്വന്തം സ്ഥാനാപതികളായിട്ടാണ്, അംബാസഡേഴ്സ് ആയിട്ടാണ് ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത്. ലോകത്തിൽ പോയി രാജാവായ യേശുവിനെയും അവൻ നൽകുന്ന വലിയ രക്ഷയെയും അറിയിക്കുന്നതിനാണ് അവൻ നമ്മെ അയച്ചിരിക്കുന്നത്. നാം ലോകത്തിൽ അവനെ സാക്ഷിച്ച് ആത്മാക്കളെ ക്രിസ്തുവിനായി നേടുമ്പോൾ ദൈവനാമ മഹത്വത്തിനായി നാം ഫലം പുറപ്പെടുവിക്കുകയാണ്. നാം ഇതിനു മുമ്പ് ചിന്തിച്ചിട്ടുള്ളതുപോലെ നാം യഥാർത്ഥ ദൈവമക്കളാണ് എന്നതിന്റെ തെളിവ് ഫലം ആണ്. എന്താണ് ആ ഫലം? 15:8, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു, അങ്ങനെ നിങ്ങൾ എന്റെ ശിഷ്യന്മാർ ആകും. ശിഷ്യന്മാർ ആകും. യഥാർത്ഥ ഫലം ശിഷ്യന്മാരാണ്. യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായതുകൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് ഇനി പറയുന്നില്ല. ഞാൻ എന്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചതുകൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. യോഹന്നാൻ 15:15. നാം യേശുവിന്റെ ശിഷ്യന്മാരും സ്നേഹിതന്മാരും ആകുമ്പോഴാണ് നമുക്ക് ഫലം കായ്പാൻ കഴിയുന്നത്. നാം യേശുവിന്റെ ശിഷ്യന്മാരാകണം, സ്നേഹിതന്മാരുമാകണം. ഫലം വളരെ പ്രധാനപ്പെട്ടതാണ്. യേശു പറഞ്ഞത് ഓർക്കുക, മത്തായി 7:20 ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. ഫലത്താൽ ആണ് തിരിച്ചറിയുന്നത്. ശരിയായ ഫലമുള്ളിടത്ത് ആ ഫലം നിലനിൽക്കും. മനുഷ്യനിർമ്മിതമായ ജഡത്തിന്റെ സകല ഫലവും അപ്രത്യക്ഷമാകും. എന്നാൽ ആത്മാവിന്റെ ഫലമാണ് നിലനിൽക്കുന്നത്. ഫലത്തിനകത്ത് വിത്തുകൾ ഉണ്ടല്ലോ. ആ വിത്തുകൾ വീണ്ടും കിളിർത്ത് വളർന്ന് ഫലം പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കും. ആ ഫലം പുറപ്പെടുവിക്കുന്ന പ്രക്രിയ പിന്നെയും പിന്നെയും തുടർന്നുകൊണ്ടേയിരിക്കും. ദൈവത്തിന്റെ ആത്മാവിനാൽ ജനിച്ചതിന്മേലൊക്കെയും നിത്യതയുടെ ഒരു മുദ്രയുണ്ട്. അതുകൊണ്ട് അത് നിലനിൽക്കുക തന്നെ ചെയ്യും. യേശു വീണ്ടും പ്രാർത്ഥന എന്ന പദവിയെക്കുറിച്ച് ശിഷ്യന്മാരെ ഓർപ്പിച്ചു. പ്രാർത്ഥന 15:16, നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. രാജാവിന്റെ സ്നേഹിതന്മാർ തീർച്ചയായും തങ്ങളുടെ അധിപതിയായ രാജാവിനോട് സംസാരിക്കും. അവരുടെ ഭാരങ്ങളും ആവശ്യങ്ങളും ഒക്കെ രാജാവുമായി പങ്കുവയ്ക്കും. രാജഭരണകാലത്തെക്കുറിച്ച് ചിന്തിക്കുക. രാജഭരണ കാലഘട്ടത്ത് രാജാവിനോടോ രാജ്ഞിയോടോ സംസാരിക്കുവാൻ ഒരു ക്ഷണം കിട്ടുന്നത് വലിയൊരു പദവിയായിട്ടാണ് കണക്കാക്കിയിരുന്നത്. എന്നാൽ യേശുരാജന്റെ സ്നേഹിതന്മാർക്ക്, യേശു രാജാധിരാജാവാണ്, ആ രാജാധിരാജനായ യേശുവിന്റെ സ്നേഹിതന്മാർക്ക് അവനോട് എപ്പോഴും സംസാരിക്കാൻ സ്വാതന്ത്ര്യവും ക്ഷണവും നൽകിയിരിക്കുന്നു. എത്ര വലിയ ഭാഗ്യമാണ് നമുക്ക് നൽകിയിരിക്കുന്നതെന്ന് ഓർക്കുക. കൃപാസനത്തോട് നമുക്ക് എപ്പോഴും അടുത്ത് ചെല്ലാം. കൃപാസനത്തിൽ ഇരിക്കുന്നവൻ നമ്മെ കാണാനായിട്ട്, നമ്മെ കേൾക്കാനായിട്ട് എപ്പോഴും അവിടെ തന്നെ ഉണ്ട്. രാജാധിരാജന്റെ സ്നേഹിതന്മാർ ആരാണ്? യോഹന്നാൻ 15:15-16 ആരാണ് സ്നേഹിതന്മാരെന്ന് വ്യക്തമാക്കുന്നുണ്ട്. കേൾക്കുക. യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായതുകൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് ഇനി പറയുന്നില്ല. ഞാൻ എന്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചതുകൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചും ഇരിക്കുന്നു. നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. നാം അവനെ തെരഞ്ഞെടുത്തതല്ല, അവൻ നമ്മെ തെരഞ്ഞെടുത്തതാണ് എന്ന യാഥാർത്ഥ്യം നമ്മെ വിനയാന്വിതർ ആക്കണം, വളരെ താഴ്മയുള്ളവരാക്കണം. ഇത് നാം സദാ ഓർത്തു വെക്കുന്നില്ലെങ്കിൽ നാം ക്രമേണ അഹങ്കാരികളും മുൻവിധിക്കാരും ഒക്കെ ആയിട്ട് മാറും. കൂടാതെ അതിന്റെ മറ്റൊരർത്ഥതലം, അവൻ പറയുന്നത് കേൾക്കാൻ എപ്പോഴും നാം നമ്മുടെ കാതുകളെ ഒരുക്കി അവന്റെ മുമ്പിൽ കാത്തിരിക്കണം. നാം എപ്പോഴും ഒരുക്കമുള്ളവരായിട്ട് കാത് കൂർപ്പിച്ച് അവന്റെ സന്നിധിയിൽ അവൻ പറയുന്നത് കേൾക്കാനായിട്ട് കാത്തിരിക്കണം. ഇയ്യോബിന്റെ പുസ്തകം 15-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ, ഇയ്യോബ് 15:8,
നീ ദൈവത്തിന്റെ മന്ത്രിസഭയിൽ കൂടിയിട്ടുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. നീ ദൈവത്തിന്റെ മന്ത്രിസഭയിൽ കൂടിയിട്ടുണ്ടോ എന്നത് സുപ്രധാനമായ ഒരു ചോദ്യമാണ്. ഇംഗ്ലീഷിൽ ഹാവ് യു ഹേർഡ് ദ സീക്രട്ട് ഓഫ് ഗോഡ് എന്നാണ്. ഹാവ് യു ഹേർഡ് ദ സീക്രട്ട് ഓഫ് ഗോഡ്? നീ ദൈവത്തിന്റെ രഹസ്യങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നാണ് ഇംഗ്ലീഷ് ഭാഷയിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മന്ത്രിസഭയിലാണല്ലോ രാജാവ് തന്റെ ഹൃദയ രഹസ്യങ്ങൾ, തന്റെ പദ്ധതികൾ വെളിപ്പെടുത്തുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരായ നിങ്ങൾ ദൈവത്തിന്റെ സ്നേഹിതന്മാർ ആണെങ്കിൽ ദൈവത്തിൽ നിന്ന് രഹസ്യങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ നിന്നെ മഹത്വവും അഗോചരവുമായ കാര്യങ്ങൾ അറിയിക്കും എന്ന് പ്രവാചകനോട് ദൈവം പറഞ്ഞത് ഓർക്കുക. യിരെമ്യാവ് 33:3 നാം അത് വായിക്കുന്നത്. നിങ്ങൾ ദൈവത്തിന്റെ രഹസ്യങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് നിങ്ങളെ തന്നെ ആത്മശോധന ചെയ്യുക. 25 സങ്കീർത്തനത്തിന്റെ 14 വാക്യത്തില് 25:14 യഹോവയുടെ സഹിത്വം തന്റെ ഭക്തന്മാർക്കുണ്ടാകും, അവൻ തന്റെ നിയമം അവരെ അറിയിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട വാക്യമാണ്. യഹോവയുടെ സഹിത്വം തന്റെ ഭക്തന്മാർക്കുണ്ടാകും, അവൻ തന്റെ നിയമം അവരെ അറിയിക്കുന്നു. നാം ജാഗ്രതയുള്ളവരും ശ്രദ്ധിച്ചിരിക്കുന്നവരും ആയിരിക്കണം. നാം ഉണർന്നിരിക്കണം. അപ്പോഴാണ് നമുക്കവന്റെ ഹൃദയ രഹസ്യങ്ങൾ മനസ്സിലാക്കുവാൻ, അവൻ നമ്മോട് സംസാരിക്കുന്നതൊക്കെ പിടിച്ചെടുക്കുവാനായിട്ട് കഴിയുന്നത്. ഇതിന്റെ എല്ലാം ആത്യന്തിക ലക്ഷ്യം നാം അവനെ അനുസരിക്കുന്നവരായിരിക്കണമെന്നും അവന്റെ വേല തികയ്ക്കാൻ ഉത്സാഹമുള്ളവരായിരിക്കണമെന്നും അവൻ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു എന്നതാണ്. രാജാവിന് ധാരാളം പദ്ധതികൾ നടപ്പിലാക്കാനുണ്ട്. നാം അവനെ സ്നേഹിക്കുന്നുവെങ്കിൽ അവന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. അവന് പ്രസാദമുള്ള ഫലം കായ്ച്ച് പിതാവിനെ മഹത്വപ്പെടുത്താൻ നാം ഉത്സുകരായിരിക്കും. അതിന്റെ വഴികൾ എന്തൊക്കെയാണ് എന്ന് നാം അന്വേഷിക്കും. അവനെ പ്രസാദിപ്പിക്കുന്നതിൽ മാത്രമായിരിക്കും നമ്മുടെ സന്തോഷം. യേശു ഈ സന്ദേശം പറഞ്ഞ് അവസാനിപ്പിച്ചത് എല്ലാറ്റിലും മുഖ്യ കൽപ്പന ശിഷ്യന്മാരെയും നമ്മെയും ഓർമ്മിപ്പിച്ചുകൊണ്ടാണ്. 15:17 നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കേണ്ടതിന് ഞാനിത് നിങ്ങളോട് കൽപ്പിക്കുന്നു. തമ്മിൽ തമ്മിൽ നാം ചെയ്യേണ്ട ധാരാളം കാര്യങ്ങൾ പുതിയ നിയമം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്നാൽ അതെല്ലാം കൂടെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന ഏക കൽപ്പനയിൽ സംക്ഷേപിക്കാം. യേശു തന്റെ 11 ശിഷ്യന്മാർക്ക് മുമ്പ് തന്നെ ഈ കൽപ്പന നൽകി കഴിഞ്ഞിരുന്നു. യോഹന്നാൻ 13:34-35 നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും അറിയും. ഈ 15-ാം അധ്യായത്തിൽ എത്തിയപ്പോൾ യേശു 2 പ്രാവശ്യം കൂടെ ഈ കൽപ്പന ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. 15:12 15:17 15:12 ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എന്റെ കൽപ്പന. 17 നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കേണ്ടതിന് ഞാനിത് നിങ്ങളോട് കൽപ്പിക്കുന്നു. പുതിയ നിയമ ലേഖനങ്ങളിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ കൽപ്പന പല പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് യോഹന്നാന്റെ 1-ാം ലേഖനത്തിൽ ധാരാളം പ്രാവശ്യം ഈ കൽപ്പന ഊന്നി പറഞ്ഞിരിക്കുന്നു. രാജാവിന്റെ സ്നേഹിതന്മാർ രാജാവിനെ മാത്രം സ്നേഹിച്ചാൽ പോരാ, തമ്മിൽ തമ്മിലും സ്നേഹിക്കണം. യേശുവിന്റെ സ്നേഹിതന്മാരായ നാം തമ്മിൽ തമ്മിൽ സ്നേഹിക്കുകയും അവന്റെ കൽപ്പനകൾ നിവർത്തിച്ചുകൊണ്ട് ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ യേശുവിന്റെ ഹൃദയത്തിന്റെ ആനന്ദം എത്ര അധികമായിരിക്കും എന്ന് ഓർക്കുക. നാം ഈ പഠനം തുടങ്ങിയത് മുന്തിരിത്തോട്ടത്തിലാണ്. മുന്തിരിവള്ളിയെയും കൊമ്പുകളെയും കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. എന്നാൽ ഈ പഠനം അവസാനിപ്പിക്കുന്നതാകട്ടെ സിംഹാസന മുറിയിലും. അടുത്ത പാഠം നമ്മെ യുദ്ധക്കളത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. യുദ്ധക്കളത്തിൽ നാം നഷ്ടപ്പെട്ട പാപലോകത്തിന്റെ നിന്ദയും പകയുമാണ് അനുഭവിക്കുവാൻ പോകുന്നത്. നാം മുന്തിരിവള്ളിയിൽ കൊമ്പുകളായി വസിക്കുകയും സ്നേഹിതന്മാരെ പോലെ അനുസരിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ ലോകത്തിന്റെ എതിർപ്പുകളെ അഭിമുഖീകരിക്കുവാനും ജയം നേടുവാനും കഴിയുകയില്ല. നാം തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നില്ല എങ്കിൽ നാം എങ്ങനെ നഷ്ടലോകത്തിലെ പാപികളായ മനുഷ്യരെ സ്നേഹിക്കും? അതൊരിക്കലും പ്രായോഗികമാവുകയില്ലല്ലോ. രാജാവിന്റെ സ്നേഹിതന്മാരായി നാം ഐക്യതയോടെ മുന്നേറുന്നില്ലെങ്കിൽ ശത്രുവിന്റെ മുമ്പിൽ നമുക്ക് ഒരിക്കലും ഒരു ഐക്യ മുന്നണിയായി നിൽക്കാൻ കഴിയുകയില്ല. അതാണ് യേശു ഓർപ്പിച്ചത്. 15:5 എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. യേശുവിനെ പിരിഞ്ഞാൽ
നമുക്ക് തടസ്സമുണ്ടാകുമെന്നോ നമുക്ക് വൈകല്യം ഉണ്ടാകുമെന്നോ ഒന്നുമല്ല യേശു പറഞ്ഞത്. വളരെ ശ്രദ്ധിക്കണം. നാം പ്രത്യാശയേറ്റ് തളർന്നു കിടക്കുന്നവരാകും. നമുക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നാണ് യേശു പറഞ്ഞത്. എന്നാൽ നാം അവനിൽ നിരന്തരം വസിക്കുന്നുവെങ്കിൽ, നാം അവന്റെ സിംഹാസനത്തോട് അടുത്തിരിക്കുന്നുവെങ്കിൽ, അവൻ നമ്മോട് കൽപ്പിക്കുന്ന എന്തും ചെയ്യുവാൻ നമുക്ക് കഴിയും. ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. എത്ര വലിയൊരു പദവിയാണ് കർത്താവ് നമുക്ക് തരുന്നത് എന്ന് ഓർക്കുക. അതോടൊപ്പം എത്ര വലിയൊരു ഉത്തരവാദിത്വമാണിത്. പദവിയുടെ കൂടെ ഉത്തരവാദിത്വമുണ്ട് എന്ന് പഠനം തുടങ്ങിയപ്പോൾ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയല്ലോ. നമുക്കൊരു വലിയ പദവിയാണ് കൊമ്പുകളായി മുന്തിരിവള്ളിയിൽ ഇരിക്കുക എന്നുള്ളത്, സ്നേഹിതന്മാരായി രാജാധിരാജനോട് ചേർന്നിരിക്കുക എന്നുള്ളത്. എന്നാൽ അതോടൊപ്പം ഒരു വലിയ ഉത്തരവാദിത്വവുമുണ്ട്. നിരന്തരം വസിച്ച് കൊമ്പുകൾ ഫലം കായ്ക്കണം. അവന്റെ ആലോചന കേട്ട് അവന്റെ പദ്ധതികൾ നടപ്പിലാക്കണം. കൊമ്പുകൾക്കും സ്നേഹിതന്മാർക്കും പദവിയോടൊപ്പം ഉത്തരവാദിത്വവുമുണ്ട് എന്നറിഞ്ഞിരിക്കുക. ഈ ഉത്തരവാദിത്വം ഭംഗിയായി നിവർത്തിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. നമുക്ക് അവനിൽ നിരന്തരം വസിക്കാം. നമുക്ക് അവന്റെ സ്നേഹത്തിൽ വസിക്കാം. അവന്റെ സ്നേഹത്തിൽ വസിച്ച് അവനോട് ചേർന്നിരുന്ന് കൊമ്പുകളും സ്നേഹിതന്മാരുമായി ഈ ലോകത്തിൽ പ്രവർത്തിക്കുവാൻ കർത്താവ് നമ്മളെ ഈ വചനങ്ങളാൽ ശക്തീകരിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗ്ഗസ്ഥ പിതാവേ, വീണ്ടും ഞങ്ങളെ തന്നെ അവിടുത്തെ കാര്യങ്ങളിൽ സമർപ്പിക്കുകയാണ്. നിങ്ങൾക്ക് തരുന്ന വലിയ പദവികളെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, മുന്തിരിവള്ളിയിൽ കൊമ്പുകളായിട്ട് ചേർന്നിരുന്ന് നിരന്തരം അവിടെ വസിച്ച് ഫലം പുറപ്പെടുവിക്കുവാനും രാജാധിരാജന്റെ സ്നേഹിതന്മാരായി ആ സിംഹാസനത്തിന് അടുക്കൽ വന്നിരിക്കുവാനും കർത്താവേ, നീ പറയുന്നതൊക്കെ ചെയ്യുന്ന ദാസന്മാരായിട്ടിരിക്കാനും തക്കവണ്ണം ഞങ്ങൾക്ക് തരുന്ന പദവിക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ഉത്തരവാദിത്തങ്ങളെ ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവേ, ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിവർത്തിക്കുവാൻ തക്കവണ്ണം അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങൾ ഓരോരുത്തരെയും ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അവിടുത്തെ കാര്യങ്ങളെ സമർപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കണമേ. ആമേൻ.